ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകം. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയം ഉടമകളായിട്ടുള്ള അല്ലെങ്കിൽ ഉടമയായിട്ടുള്ള വിജയകുമാർ, ഭാര്യ മീര, ഇരുവരുടെയും മരണം അല്ലെങ്കിൽ കൊലപാതകം പല ചാനൽസിലും പല രീതിയിൽ പറയപ്പെടുന്നത് കേട്ടു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് മിക്ക ചാനൽസ് ഒരു 95% എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉറപ്പിച്ചു പറയുന്നത് പോലെയുള്ള ഒരു തരത്തിലുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഇതിന് മുന്നേ ജോലി ചെയ്തിരുന്ന ഒരു അസം സ്വദേശിയായിട്ടുള്ള അമിത് എന്നു പേരുള്ള ഒരാൾ, അയാളാണ് ഇതുപോലെ ഇത്തരത്തിലേക്ക് ചെയ്തത്. ഇത് കൃത്യമായിട്ട് പരാമർശിക്കപ്പെട്ട് അതിലേക്ക് ആ ഒരു സാധൂകരണത്തിലേക്ക് എത്തിയതുപോലെയാണ് എല്ലാ ചാനൽസും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം, 7 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ മകനായിട്ടുള്ള ഗൗതം എന്ന് പറയുന്ന മകൻ്റെ മരണം, ആ മരണം കൃത്യമായിട്ട് കൊലപാതകമാണ് എന്ന സംശയം ഉന്നയിച്ചുകൊണ്ട് 7 വർഷമായി ആ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടം. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ 2 മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഇത് CBI അന്വേഷണത്തിൽ വിടുന്നു. ഇതിന് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷം മാത്രം ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നു, അതും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു മരണം. ഇങ്ങനൊരു മരണം സംഭവിക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുവാണ്, ഇത്രയും മാരകമായിട്ട് മുറിവേൽപ്പിച്ച് ഇങ്ങനെ കൊല്ലണമെങ്കിൽ ഇത് മലയാളികൾക്കൊന്നും കഴിയില്ല, ഇത് അന്യദേശ സ്വദേശികളായിട്ടുള്ള ആൾക്കാർക്ക്, സംസ്ഥാന സ്വദേശികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, വെഞ്ഞാറമൂടിൽ അഫാൻ എന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന മലയാളിയായ 23-കാരനായിട്ടുള്ള പയ്യൻ ചെയ്ത കൊലപാതകം, 5 പേരെ സ്നേഹിച്ച പെൺകുട്ടി അടക്കം അത്രയും മാരകമായിട്ട് ഈ പറഞ്ഞ ചുറ്റിക ഉപയോഗിച്ച് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് അടിച്ചു കൊല്ലുന്ന തരത്തിലേക്ക്, കൂടെ പിറന്ന കുഞ്ഞു സഹോദരൻ്റെ കണ്ണടക്കം തുഴഞ്ഞു കയറുന്ന തരത്തിലേക്ക് കൊല്ലുന്ന സമയത്ത് അവൻ എങ്ങനെയാണ് അന്യ സംസ്ഥാന സ്വദേശിയായിട്ട് മാറുന്നത്? അവനൊരു മലയാളി തന്നെയല്ലേ? ആ മലയാളിയായ അവന് ഇത്തരത്തിൽ പകയോടെ സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ ഒരു മലയാളിക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തുകൂടാ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ഇവിടെ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരും ആദ്യമേ തന്നെ ചെന്നെത്തുന്നതെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന നായ്ക്കളുണ്ടായിരുന്നെന്ന് പറയുന്നു. അതിൽ ഒന്ന് ഈ പറയുന്ന നമുക്ക് ചത്തു എന്ന് പറയുന്നു, മറ്റൊന്ന് ഇപ്പോഴും അബോധാവസ്ഥയിൽ, അതായത് വാർത്ത കേൾക്കുന്നത് വരെ അബോധാവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നു. ഈ കൊല്ലാൻ വന്ന വ്യക്തി ഈ പറയുന്ന കണക്ക് അമിത് എന്ന് പറയുന്ന സ്വദേശിയാണെന്ന് എല്ലാവരും പറയുന്നതിന് മറ്റൊരു അടിസ്ഥാനമായി പറഞ്ഞു വെക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന ചുമരുകളിൽ അമിത് എന്ന് പേരെഴുതിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൊല്ലാൻ പോകുന്ന അല്ലെങ്കിൽ കൊന്നിട്ട് ഏതൊരാളാണ് സ്വന്തം പേരെഴുതി വെച്ച് ഈ പറയുന്ന ജയിലിലേക്ക് പോകാൻ തയ്യാറായി പോകുന്നത്? അത്രയും മന്ദബുദ്ധിയായ ഒരു കൊലപാതകി കാലത്തുണ്ടാവോ? അതിലപ്പുറത്തേക്ക് അവിടുത്തെ ജോലിക്കാരി പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് 2 പേരും പറയുന്ന വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയും അവിടുത്തെ ഉണ്ടായിരുന്ന അമ്മയും വിവസ്ത്രരായി കാണപ്പെട്ടു. അങ്ങനെയാണ് മരണപ്പെട്ട് കിടന്നത്. എന്തിനാണ് ഇത്തരത്തിലേക്കൊക്കെ ചെയ്ത? വസ്ത്രങ്ങളടക്കം മാറ്റി എന്താണ് അവർ ചെയ്തു കൂട്ടിയെന്നൊരു കാര്യം. അതിലപ്പുറത്തേക്ക് അവർ പറഞ്ഞു പോയൊരു കാര്യം, അതായത് ആ അമ്മ കിടന്നിരുന്ന ഭാഗത്ത് കൃത്യമായിട്ട് വിവസ്ത്രയായിട്ടാണ്, അതിലപ്പുറത്തേക്ക് അവരുടെ ദേഹത്ത് കുറേയധികം തലങ്ങണകൾ എടുത്ത് അവർ വെച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പം അത് അവർ എന്ന് പറയുന്ന സമയത്ത് ഒന്നിലധികം ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് ആ വേലക്കാരി എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്? അതിലപ്പുറത്തേക്ക് ഇത്രയും ഒച്ചപ്പാട് ഒന്നും കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രില്ലിംഗ് മെഷീൻ പോലൊരു കാര്യം കൊണ്ടുവന്ന് ഇവിടെ തുളയ്ക്കുന്ന സമയത്ത് അത് അവിടെ ഉണ്ടായിരുന്ന വാച്ച്മാനോ അല്ലെങ്കിൽ മറ്റാരും കേട്ടില്ല എന്നൊരു വസ്തുത. അതിലപ്പുറത്തേക്ക് പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ അന്വേഷണം പലതരത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമല്ലോ. തൊട്ടടുത്തുള്ള ഇതുപോലെ ഡ്രില്ലിംഗ് മെഷീൻസും മറ്റും ഈ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് വാടകയ്ക്ക് എടുത്ത ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിലപ്പുറത്തേക്ക് വന്ന കൊലപാതകയ്ക്ക് കൃത്യമായിട്ട് അവിടെ മഴു അടക്കമുള്ള കാര്യങ്ങൾ എവിടെ വെച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. ഇനി അമ്മിക്കല്ല് ഒരു കാര്യം വീടിന് മുറ്റത്തേക്ക് കൊണ്ടിടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഈ ഒരു അന്വേഷണം തെറ്റിക്കാനാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. കാരണം ഡ്രില്ലിംഗ് മെഷീൻ പോലുള്ളൊരു കാര്യം കൊണ്ടുവന്നൊരു വ്യക്തി, കൃത്യമായിട്ട് ഇത് തുറന്ന് കയറാൻ പറ്റുമെന്ന് ഉറപ്പിച്ചൊരു വ്യക്തി, പിന്നെ എന്തിനാണ് അമ്മിക്കല്ല് പോലൊരു കാര്യം എടുത്ത് കതക് വെട്ടിപ്പൊളിക്കുക അല്ലെങ്കിൽ അടിച്ചു തുറക്കേണ്ട ഒരു ആവശ്യകത? അപ്പം എന്തൊക്കെയോ മാറ്റി തരുന്ന, അതായത് ഈ വീടിനെക്കുറിച്ച് കൃത്യമായിട്ട് അവബോധമുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കൊലപാതകം നടത്തിയെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് ആസാമി സ്വദേശിയിലേക്ക് എത്തിക്കുന്ന
കാണിക്കുന്ന തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ഇയാൾ ഈ അസാമി സ്വദേശി എന്ന് പറയുന്ന അവിടെ ജോലിക്ക് നിന്നിരുന്ന വ്യക്തി കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന വില കൂടിയൊരു ഫോൺ മോഷ്ടിക്കുന്നു. അതുവഴി ബാങ്കിൽ ഉണ്ടായിരുന്ന പൈസയുമായി ബന്ധപ്പെട്ട കുറേയധികം കവർച്ചകൾ നടത്തി അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് അയാളെ പുറത്താക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നിലുള്ള അവരുടെ ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പൈസ മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് ഈ 2 കൊലപാതകങ്ങൾ ഇത്രയും മാരകമായി നടത്തിയ ഒരു വ്യക്തി അവിടുന്ന് ഒരു സ്വർണമോ പണമോ ഒന്നും തന്നെ മോഷ്ടിക്കാതെ തിരിച്ചിറങ്ങിപ്പോയി എന്നൊരു കാര്യം. അതിലപ്പുറത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഇടുന്ന സമയത്ത് ഇവിടെ ഉള്ള ഒരു വ്യക്തിയല്ല, മറ്റൊരു സ്ഥലത്തുള്ള വ്യക്തിയാണെന്ന് കൃത്യമായി ബോധിപ്പിക്കാനുള്ളൊരു അവസ്ഥ. അതിലപ്പുറത്തേക്ക് ഇവിടെ ഇത്തരത്തിലൊരു ഒരു അസം സ്വദേശി ഇവിടെ ജോലി ചെയ്തിരുന്നു, അയാളുമായിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നു എന്നുള്ള വസ്തുത കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ എത്തിക്കാനുള്ളൊരു കാര്യം കൂടി ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഈ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ്. കാരണം കാറിൽ കൃത്യമായിട്ട് തളം കെട്ടി ഒരുപാട് ചോര കിടക്കുന്ന അവസ്ഥ. അതിലപ്പുറത്തേക്ക് ഗൗതം എന്ന് പറയുന്ന അവരുടെ മകൻ്റെ കഴുത്ത് മുറിഞ്ഞിരുന്ന അവസ്ഥ. അത് ഈ പറയുന്ന കാറ് കിടന്ന 200 മീറ്റർ അകലെ ഒരു റെയിൽവേ ട്രാക്കിന് അരികിലായിട്ട് ആ ഒരു മൃതശരീരം കണ്ടെത്തുന്നു. അപ്പോൾ ഒന്ന് സ്വാഭാവികമായിട്ടും ആ ഒരു മരണത്തിൽ ഒരുപാട് ദുരൂഹത ഉണ്ടായിട്ടും അന്ന് അന്വേഷിച്ച പോലീസ് അംഗങ്ങൾ കൃത്യമായിട്ട് അതൊരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത് മാത്രമല്ല, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വരുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മാത്രം പരാമർശം ഉണ്ടാകുന്നു. മകൻ വീട്ടിൽ നിന്ന് പോയി 7 മണിക്ക് പോകുന്നു, 8 മണിയോട് അനുബന്ധിച്ച് ഞാൻ തിരികെ വരുമെന്ന് അമ്മയെ വിളിച്ച് കൃത്യമായി പറഞ്ഞ മകനാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ആ ഒരു മരണം ഇത്രയും 7 വർഷം കടന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു പോലീസിനും കണ്ടെത്താൻ കഴിയുന്നില്ല. അതൊരു ഈ പറയുന്ന കൊലപാതകത്തിൽ നിന്ന് ഒരു ആത്മഹത്യ മാത്രമാണെന്ന് എഴുതി തള്ളുന്ന പോലീസ് അംഗങ്ങൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. ആ അവസ്ഥയിലുള്ളപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പലപ്പോഴും കണ്ടു, നമ്മുടെ നാട്ടിൽ ഒരുപാട് മിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർ ഇത് കണ്ടെത്തിക്കോളും. എന്തുകൊണ്ട് ആ മകൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ആ മകൻ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഇത്രയും പണവും ബാക്കി കാര്യങ്ങളും സൗകര്യങ്ങളും ഉള്ള ഒരു മകൻ ഇത്തരത്തിൽ സ്വയം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തിട്ട് അവിടെ നിന്ന് എണീറ്റ് ഈ പറയുന്ന റെയിൽവേ ട്രാക്കിലേക്ക് പോയി കിടക്കേണ്ട ഒരു അവസ്ഥ. ഇത് ഏതൊരു കൊച്ചുകുട്ടിക്കും ആലോചിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന, പൈസ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ആത്മഹത്യ ആ പയ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും കൃത്യമായിട്ടുള്ള കാരണങ്ങൾ, ആ പയ്യൻ്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഫോറൻസിക് സംഘമോ ഏത് തരത്തിലുള്ള വിദഗ്ധ സംഘങ്ങളോ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതൊരു ദുരൂഹമായിട്ടുള്ള മരണമായി മാത്രം അവസാനിപ്പിച്ചെങ്കിൽ കൃത്യമായിട്ട് ഇതിന് പിന്നിൽ ഏതൊക്കെയോ നിഗൂഢമായിട്ടുള്ള, അതിലപ്പുറത്തേക്ക് നല്ല പിടിപാടുള്ള ഏതൊക്കെയോ വ്യക്തികളുണ്ടെന്നുള്ള കാര്യം ഉറപ്പായ വസ്തുതയാണ്. അതിലപ്പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന രീതികളനുസരിച്ച് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു കൊലപാതകങ്ങൾ നടത്തിയിരിക്കുക. കാരണം വീട്ടിനുള്ളിലേക്ക് മതിൽ കടന്നാണ് കൊലപാതകി കയറിയിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പട്ടികൾ കുരയ്ക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അതിന് ആഹാരം കൊടുക്കുന്ന സമയത്ത് അത് ഇത്രയും എന്ന് പറയുന്നത് അത്രയും പരിചയമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ആ ആഹാരം വാങ്ങിക്കണമെങ്കിൽ നമുക്കവിടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, സ്ഥിരമായി വന്നു പോകുന്ന എത്ര പേരെ നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നിട്ടും ഈ പറയുന്ന പോലീസ് സംഘം അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയിൽ എല്ലാവരും പറയപ്പെടുന്നു ഇത് അവിടുന്ന് പോയ ആ ഒരു അസം സ്വദേശി തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ ആയിരിക്കാം, അസം സ്വദേശി ആയിരിക്കാം. പക്ഷേ നമുക്ക് വേറൊരു വഴിയിലൂടെ, ഒരു വ്യക്തിയിലൂടേക്ക് മാത്രമായിട്ട് ഈ ചിന്താഗതി പോകുന്നതിൻ്റെ കാര്യമില്ലല്ലോ. മറ്റൊരു വഴിയിലൂടെയും ആ ചിന്താധാര പോകുന്നത് തെറ്റില്ലാത്തൊരു കാര്യമാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉന്നയിക്കാൻ പറ്റുന്നൊരു കാര്യം, മകനെ കൊന്ന ആൾക്കാർ തന്നെയായിരിക്കും അച്ഛനെ അമ്മേനെ ഇല്ലാതാക്കിയത്. ആ ഒരു ചിന്തയ്ക്ക് ഇവിടെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു കോർട്ടിൻ്റെ ഇത്തരത്തിൽ CBIക്ക് ഈ അന്വേഷണം പോകുന്ന സമയത്ത് ഒരുപക്ഷെ മകനെ കൊന്ന കാര്യങ്ങൾ, കുറ്റവാളികൾ, ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന വെളിച്ചത്തിലേക്ക് വരുമെന്നൊരു ഭയം അവർക്കുണ്ടായിരിക്കും. അപ്പം അച്ഛനും അമ്മയും അവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കേസ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അതവിടെ ക്ലോസ് ചെയ്യപ്പെടും. അപ്പം കൊന്ന വ്യക്തികൾ കൃത്യമായിട്ട് പരിപൂർണമായിട്ട് ഈ പറയുന്ന ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ചാനൽസോ ഈ പറയുന്ന മറ്റാൾക്കാരും ഇതൊന്നും ഇത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല? അസം സ്വദേശിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത് കാണുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ സത്യങ്ങൾ ഈ പറയുന്ന ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ, അങ്ങനെ പല രീതിയിലേക്കും തോന്നപ്പെടുന്നത് കൊണ്ട് എനിക്ക് തോന്നിയ
ചില കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പങ്കുവച്ച കാര്യങ്ങൾ. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ചില ചിന്താധാരകൾ ഉണ്ടായിരിക്കും. അത് നമുക്കൊരു ചാനൽ ഉണ്ടാവുന്ന സമയത്ത് അതേപടി നമുക്ക് വേണമെങ്കിൽ പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ചാനൽ ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ പങ്കുവച്ച കാര്യങ്ങളാണ്. ഇതിലിനി വിമർശനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് സഭ്യമായിട്ടുള്ള ഭാഷയിൽ പറയാൻ പറ്റുന്നതാണ്. ഇതിൽ ഞാൻ പങ്കുവച്ച സംശയങ്ങൾ അതേപടി പല ആൾക്കാരും ഉന്നയിച്ച് ഞാൻ കണ്ട കാര്യങ്ങളുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വേലക്കാരി അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് മരിച്ചു എന്ന് ഉറപ്പിച്ച് കൃത്യമായിട്ട് അപ്പുറത്തുള്ള കടക്കാരനെ അറിയിപ്പിക്കുന്ന ഒരവസ്ഥ കണ്ട് പേടിച്ച് ഭയന്ന് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പം മേ ബി ചിലപ്പം തൊട്ടടുത്ത് പോയി നമുക്ക് ശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ അവർ മരിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ. അതിലപ്പുറത്തേക്ക് കണ്ടപാടെ ഇറങ്ങി ഓടി ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് മരിച്ചു എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരിക്ക് ഉണ്ടാവുന്ന ചില സംശയങ്ങൾ, അതിലപ്പുറത്തേക്ക് ആ മകൻ്റെ കൊലപാതകം ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച കുറേയധികം നീതിമാന്മാർ, അങ്ങനെ കുറേ കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറേ സംശയങ്ങൾ പലർക്കും ഉണ്ടാകുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്കും ഇതുപോലുള്ള സംശയങ്ങൾ കണ്ടതിന് ശേഷം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക.